വിശദമായ വാർത്തകളിലേക്ക്. CJP പ്രക്ഷോഭകർക്കെതിരായ നികൃഷ്ട പരാമർശത്തിൽ RSS സഹയാത്രികൻ TG മോഹൻദാസിനെ വഞ്ചിയൂർ കോടതിയിലെത്തിച്ചു. TG മോഹൻദാസിനെ കൊണ്ടുവന്ന വാഹനത്തിനു മുന്നിൽ പ്രതിഷേധം. കരിങ്കൊടി പ്രതിഷേധവുമായി SFI. വിവരങ്ങളുമായി അർജുൻ രാജ് ചേരുകയാണ്. അർജുൻ, തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹത്തെ നേരെ വഞ്ചിയൂർ കോടതിക്ക് കൊണ്ടുവരുന്ന വഴിയാണ് SFI പ്രതിഷേധമുണ്ടായത്. ഇപ്പോൾ കോടതി നടപടികൾ പുരോഗമിക്കുകയാണോ? ലിനീഷ, TG മോഹൻദാസിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുകയാണ്. വഞ്ചിയൂർ കോടതിയിലാണ് TG മോഹൻദാസിനെ അല്പസമയം മുൻപ് എത്തിച്ചത്. പുറത്ത് SFIയുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു. കരിങ്കൊടി പ്രതിഷേധവുമായിട്ടാണ് TG മോഹൻദാസിനെ കൊണ്ടുവന്ന പോലീസിന് മുന്നിൽ SFI പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. അതിനുശേഷമാണ് TG മോഹൻദാസിനെ കോടതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷമാണ് മോഹൻദാസിനെ ഇപ്പോൾ കോടതിയിലേക്ക് കൊണ്ടുവരുന്നത്. ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും. അത് ജാമ്യം നൽകുമോ എന്നുള്ളത് തന്നെയാണ് അറിയേണ്ടത്. ജാമ്യമില്ല വകുപ്പ് ഉൾപ്പെടെ ചുമത്തിയാണ് TG മോഹൻദാസിനെതിരെ കേസെടുത്തിട്ടുള്ളത്. കലാപാഹ്വാനത്തിന് ശ്രമിച്ചു, മതവിഭാഗങ്ങൾക്കിടയിൽ വിദ്വേഷത്തിന് ശ്രമിച്ചു ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് TG മോഹൻദാസിനെതിരെ ചുമത്തിയിട്ടുള്ളത്. അതേസമയത്ത് ഇദ്ദേഹത്തിന്റെ ഈ TG മോഹൻദാസിന്റെ ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജാമ്യം അനുവദിക്കണം എന്നുള്ള ആവശ്യമായിരിക്കും പ്രതിഭാഗം ഉന്നയിക്കുക. അക്കാര്യം കോടതി പരിഗണിക്കുമോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. കഴിഞ്ഞ മാസം 29-ാം തീയതിയാണ് ഈ കുട്ടികളെ അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന തരത്തിൽ പരാമർശം നടത്തിയ കേസിൽ 29-നാണ് പോലീസ് കേസെടുക്കുന്നത്. ആ കേസെടുക്കാൻ പോലും വൈകി എന്നുള്ള ആക്ഷേപം പോലീസിനെതിരെ ഉയർന്നിരുന്നു. പിന്നീട് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാത്തതിലും വലിയ വിമർശനം പോലീസിനെതിരെ ഉണ്ടായി. അതിന് ഏറ്റവും ഒടുവിൽ ഇന്നലെ ആണ് തിരുവനന്തപുരത്ത് നിന്ന് പോലീസ് എത്തി എറണാകുളത്ത് വെച്ച് TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നു. ഇന്ന് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. വീട്ടിലുള്ള പരിശോധനയിൽ മോഹൻദാസ് ഈ പരാമർശം നടത്താൻ അല്ലെങ്കിൽ ഈ അഭിമുഖത്തിന് ഉപയോഗിച്ച ഡിജിറ്റൽ തെളിവുകളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജാമ്യാപേക്ഷ തള്ളണം എന്നുള്ളൊരു ആവശ്യം കോടതിയിൽ പോലീസ് ആവശ്യപ്പെടാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. കോടതി എന്ത് അംഗീകരിക്കും എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. ശരി, നന്ദി അർജുൻ രാജ് വിവരങ്ങൾക്ക്.